ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിന് നല്ല എരിവുണ്ടല്ലോ മോളെ. ആ, അത് ഞാൻ കുറച്ച് ഏലക്കും ഗ്രാമ്പൊക്കെ ഇട്ടതാ. അവിടുന്ന് തപ്പിയെടുക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷേ ഈ മുറിവുള്ളത് കൊണ്ട് ചിലപ്പോ ചെറിയ പനിക്ക് സാധ്യതയുണ്ട്. അതിനിത് നല്ലതാ. അപ്പൊ ഒരു ഡോക്ടറാണ് വന്ന് കേറിയിരിക്കുന്നത് അല്ലേ? അതെ, ഇവിടെ പറഞ്ഞാലേ ഫലിക്കും കേട്ടോ സാറേ. എന്റെ ശരീരത്തിന് ചൂടുള്ളതായിട്ടേ എനിക്ക് തോന്നിയതൊന്നുമില്ല. പക്ഷേ കഴുത്തിൽ കൈവച്ച് നോക്കിയിട്ടേ ഇവള് കൃത്യമായിട്ട് പറഞ്ഞു, മോളിക്കുട്ടി ഇന്ന് നിനക്ക് പനിക്കുമെന്ന്. അതങ്ങനെ കൃത്യമായിട്ട് സംഭവിക്കുകയും ചെയ്തു. അപ്പൊ മോള് മെഡിസിനും പഠിച്ചിട്ടുണ്ടോ? ഹാ, ബെസ്റ്റ് ബെസ്റ്റ്. എന്റെ സാറേ, നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ തൊട്ടു നോക്കിയിട്ട് പനിയുണ്ട്, ചുമയുണ്ട്, ഈ നീരിറക്കണ്ടെന്നൊക്കെ പറയാറില്ലേ? അവരൊക്കെ എന്താ ഡോക്ടർമാരാണോ? അവരൊക്കെ MBBS പഠിച്ചിട്ടാണോ? നോക്കട്ടെ, മുറിവ് എന്തായി? ഇന്നലെ രാത്രി മരുന്ന് വെച്ചാ? കണ്ടോ, മുറിവില് മരുന്ന് പുരട്ടുന്നതിന് മുഹൂർത്തൊന്നുമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് പുരട്ടി കൊടുത്തോണ്ടിരിക്കണം. എന്നാൽ ഇത് പെട്ടെന്ന് കരിയുള്ളൂ. എവിടെയാ ഓയിന്റ്മെന്റ് വെച്ചിരിക്കുന്നേ? എവിടെയാ വെച്ചിരിക്കുന്നേ? അത് അകത്താണ്ട്. ആണോ? ഞാൻ പോയി. മോളിക്കുട്ടി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? മോളിക്കുട്ടിക്ക് ഓട്ടം പോട്ടെ. ഒരു കാര്യം ചെയ്, രണ്ടുപേരും പെട്ടെന്ന് പോവാൻ നോക്ക്. ഞങ്ങൾക്ക് പോവാൻ അങ്ങനെ തിടുക്കൊന്നുമില്ല. അപ്പൊ കട തുറക്കണ്ടേ? ആ, ഇന്നത്തെ ടിക്കറ്റൊക്കെ ഞാൻ ഇന്നലെ തന്നെ വിറ്റ് തീർത്തിട്ടുണ്ടായിരുന്നു. ഒരു 5-10 ബാക്കി കാണുമായിരിക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി വിറ്റോളാം. അല്ലെങ്കിലേ അതവിടെ ഇരിക്കട്ടെ. ബാക്കി വന്ന ടിക്കറ്റില് നിനക്ക് വല്ലതും അടിക്കുകയാണെങ്കിലോ? എന്റെ മോളിക്കുട്ടി, എനിക്ക് അങ്ങനത്തെ അത്യാഗ്രഹം ഒന്നുമില്ല. തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാ മതി. കോടികൾ കയ്യിൽ വന്ന് പെട്ടാലേ നമ്മള് ചീത്തയായി പോവും. ആ, അതെ, ഇവിടെ മീനും ഇറച്ചി എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? അതിന് സാറിന് ഭക്ഷണം കഴിക്കണ്ടേ? ഓ, നിങ്ങൾ അതൊന്നും പറഞ്ഞ് സമയം കളയണ്ട. എനിക്ക് ഭക്ഷണം ഞാൻ എവിടെന്നെങ്കിലും വാങ്ങിപ്പിച്ചോളാം. ആ, അങ്ങനെ ആട്ടി അകറ്റൊന്നും ഞങ്ങളെ വിടണ്ട. സാറിന് ഭക്ഷണം ഉണ്ടാക്കി സാറിനെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അല്ലേ മോളിക്കുട്ടി? എന്റെ സാറേ, ഇവിടെ വേറെ ആരുമില്ല. സാറ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലേ ഇവളുടെ ഭാഗത്ത് നിന്നും വേറെ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഈ ഗുളികൊക്കെ കഴിക്കുമ്പോഴേ പുറത്തുനിന്നുള്ള മായം കൂടി കഴിക്കണ്ട. കുറച്ച് ചോറും കറിയും വെക്കാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇതിപ്പോ കിടപ്പ് മുറിയിലെ കിടക്ക രോഗിയെ പരിചരിക്കുന്ന പോലെയാണല്ലോ രണ്ടുപേരോട് എന്നെ നോക്കുന്നത്. കിടപ്പായാലും ഇരിപ്പായാലും രോഗി രോഗി തന്നെയാ. തൽക്കാലം സാർ ഒന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കേട്ടാ മതി. ഓ, പിന്നെ ഞാൻ മാത്രം ഇവിടെ ഇരുന്നിട്ട് എന്തിനാ? ഞാനും വരാം. ആ, വരികയാണെങ്കിൽ വന്നോ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. പക്ഷേ സാർ ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇല്ലെന്നേ, നമുക്ക് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം. പിന്നെ ഫ്രിഡ്ജ് തുറന്ന് ഫ്രീസറിനകത്ത് നോക്കിയാൽ മതി. മീനും ഇറച്ചൊക്കെ അതിനകത്ത് കാണും. അതൊക്കെ ഞാൻ ഏറ്റു. എന്റെ മോളി വന്നേ.